ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു അയില കൊണ്ടുള്ളൊരു കിടില റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 അയിലയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുളക്കുറ്റിയിലാണ് ഇതിന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ മുളക്കുറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പുട്ടും കുറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിത് 2 രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് 2 എടുത്ത്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള അല്ലി ആയതുകൊണ്ടാണ് 5 എണ്ണം, അല്ലെങ്കിൽ ഒരു 6 എണ്ണം ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ ഞാനിതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഇതിന് വലിയ ഉള്ളിയാണ്. അപ്പോൾ ഒരു ഉള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 8-9 അല്ലി ചെറിയ ഉള്ളി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് ഞാനൊരു 3 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിനൊരു പ്ലേറ്റിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞ് വെച്ചിട്ടുള്ള ഈ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഈ മീനിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ അതാ മീനിൽ മസാലയൊക്കെ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ 2 അയില ഇതിൽ നിന്ന് എടുത്തിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 എണ്ണം ഫ്രൈ ചെയ്യാണ്ട്, അങ്ങനെയാണ് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2ൻ്റെ രുചിയുടെ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. മീൻ ഫുൾ കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഹാഫ് കുക്കാക്കിയിട്ട് എടുത്താൽ മതി.
നല്ലപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത മീനിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് അതാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മീനിൻ്റെ മീതെയും കുറച്ച് ഫ്രൈ ചെയ്യാത്ത പച്ചക്ക് വേവിച്ചിട്ടുള്ള മീനിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കട്ടെ. ഇത് അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. മസാല കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. രണ്ടും നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. അപ്പോൾ ഈ മീൻ നമ്മൾ എണ്ണയിലാണ് ഫ്രൈ ചെയ്യാത്തതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൊഴുപ്പ് അധികം കഴിക്കാൻ പറ്റാത്തവർക്കും എണ്ണ ഒന്നും ഉപയോഗിക്കാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. നല്ല സോഫ്റ്റുമാണ്. പിന്നെ രണ്ടിൻ്റെ രുചി ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ. വ്യത്യാസമായിട്ടുള്ളതൊന്നുമില്ല. ഒരെണ്ണം നല്ല സോഫ്റ്റായിട്ടാണ്, അതായത് നമ്മൾ ഫ്രൈ ചെയ്യാത്തത്. മറ്റേത് നമ്മൾ ഫ്രൈ ചെയ്തതുകൊണ്ട് ചെറിയൊരു ഹാർഡായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടും ഏകദേശം ഒരേ രുചി തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.